IFRS എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്ര IFRS ഉണ്ടെന്നും ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും തരാം. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ IFRS നമ്പറുണ്ട്, ഏത് IFRS ആണെന്നുണ്ട്, ഇയർ ഓഫ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അത് ഏത് വർഷമാണ് ഫോർമുലേറ്റ് ചെയ്തത്. സോ ഈ ഒരു ലിസ്റ്റിൽ കൃത്യമായിട്ട് അവർ സമ്മറൈസ് ചെയ്തിരിക്കുന്നത് IFRSൻ്റെ നമ്പർ, IFRSൻ്റെ പേര്, അത് ഏത് വർഷമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, നമുക്ക് 16 IFRS ആണുള്ളത്. പക്ഷേ ഈ ലിസ്റ്റ് നോക്കുന്ന നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് 16 IFRS ആണുള്ളത്. എന്നാൽ ഈ ലിസ്റ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ IFRS 1 തൊട്ട് IFRS 17 വരെ കാണും. എന്നിട്ടും ഞാൻ എന്താ പറയുന്നത്, നമുക്ക് 16 IFRS ഉണ്ട്. കാരണം IFRS 4 എന്ന് പറയുന്നത് 2004 ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന IFRS 4 എന്ന് പറയുന്നത് അമെൻമെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ IFRS 4 പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് ഇന്നത് IFRS 17 ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ IFRS 4 എന്നത് അമെൻമെൻറ്റ് വരുത്തി IFRS 17 ആക്കിയിട്ടുണ്ട്. സോ IFRS 4 ഇന്ന് സസ്പെൻഡഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇൻ ടോട്ടൽ നമുക്ക് ലിസ്റ്റിൽ 17 എന്നുണ്ടെങ്കിലും കൗണ്ട് ചെയ്താൽ നമുക്ക് 16 എണ്ണമേ വരൂ. കാര്യം IFRS 4 എന്നില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ ഫോളോ ചെയ്യത്തില്ല, സീരിയൽ നമ്പർ അടുത്ത ദിട്ടങ്ങ് പോകത്തതേ ഉള്ളൂ. സോ IFRS 4 എന്നത് അമെൻമെൻറ്റ് വരുത്തി ഇന്ന് IFRS 17 ആക്കിയിട്ടുണ്ട്. അപ്പോൾ IFRS 4 കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ പേര് പിന്നെ ഉപയോഗിക്കത്തില്ല, പകരം സീരീസിൽ അടുത്ത നമ്പർ അങ്ങ് ഇടും. അപ്പോൾ ഇൻ ടോട്ടൽ എത്ര ഉണ്ട്, ടോട്ടൽ എത്ര IFRS ഉണ്ടെന്ന് ചോദിച്ചാൽ കൗണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ 16 IFRS ഉള്ളൂ. പക്ഷേ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ IFRS 1 തൊട്ട് IFRS 17 വരെ ഉണ്ട്. മറന്നു പോകരുത്, IFRS 4 അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് IFRS 4 ഇല്ല. IFRS 4 മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് IFRS 17 ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോടോ? അപ്പോൾ എത്ര IFRS ഉണ്ടെന്ന് ചോദിച്ചാൽ 16 എണ്ണമേ ഉള്ളൂ, കൗണ്ട് 16 ഉള്ളൂ. പക്ഷേ IFRSൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ IFRS 17 എന്ന് കാണാം. കാരണം IFRS 4 ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുവാണ്. ക്ലിയർ ആയല്ലോ ഈ ലിസ്റ്റ്? അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, യാതൊരു കൺഫ്യൂഷനും വേണ്ട, 16 എണ്ണമേ ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഒരു 8 എണ്ണം നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ IFRS 1 തൊട്ട് IFRS 8 വരെ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് IFRS 1. എന്താണ് ഒന്നാമത്തെ IFRS പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് IFRS എന്നാണ് പേര് തന്നെ. IFRS 1ൻ്റെ പേര് തന്നെ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് IFRS. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി, സപ്പോസ് എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി എന്നിരിക്കട്ടെ. ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ആദ്യമായിട്ട് IFRS അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 2001 ശേഷമാണല്ലോ IFRS വരുന്നത്. അപ്പോൾ ഈ 2001 മുൻപായിട്ട് ഈ കമ്പനികളെല്ലാം ഒന്നുകിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് കാണും, അല്ലെങ്കിൽ അതാത് രാജ്യത്തിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. എന്തായാലും 2001 മുൻപ് ഈ കമ്പനി മറ്റെന്തോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണല്ലോ. ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ 2001 IFRS വരുന്നതിന് മുൻപ് മറ്റെന്തെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് കാണും. അവർ പിന്നീട് തീരുമാനിക്കുവാണ് നമുക്കിനി IFRSലേക്ക് മാറാം. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി IFRSലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. ഫസ്റ്റ് ടൈം അഡോപ്ഷൻ. ആദ്യമായിട്ട് അവർ പറയുവാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി IFRSലേക്ക് മാറാം. ഇനി പറയുന്നത് കേട്ടോണം, ഇവരിപ്പോൾ 2025 IFRSലേക്ക് മാറാൻ തീരുമാനിക്കുന്നത്. എക്സാമ്പിളായിട്ട് വിചാരിച്ചോ, എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി 2025 IFRS അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് വിചാരിക്കുക. ഇവരാദ്യം ചെയ്യേണ്ടത്, ഈ ഒരു IFRS 1 പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തൊട്ട് മുൻപത്തെ വർഷം, അതായത് 2024 നിങ്ങൾ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അത് നമുക്കറിയാം. നിങ്ങളിനി 2025 IFRSലേക്ക് മാറാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 2024 നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണോ അതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി 2025 മുതലാണ് നിങ്ങൾ IFRS ഫോളോ ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? പക്ഷേ IFRS 1 പറയുന്നത്, നിങ്ങൾ ഏത് വർഷമാണോ IFRSലേക്ക് മാറാൻ നിൽക്കുന്നത് അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം IFRSനനുസരിച്ച് മാറ്റിയിരിക്കണം. അതായത് 2005 IFRSലേക്ക് മാറുന്നതെങ്കിലും 2025 2025
നിങ്ങൾ IFRSലേക്ക് മാറാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ 2024 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് IFRSനനുസരിച്ച് മാറ്റം വരുത്തിയിരിക്കണം. ഈ 2024 കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങൾക്ക് 2025 IFRS കൊണ്ടുവരാൻ പറ്റൂ. സോ ഈ കമ്പനി ഓൾറെഡി 2024 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ മറ്റേതോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വഴി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് 2025 IFRS ഫോളോ ചെയ്യണമെങ്കിൽ തൊട്ട് മുൻപത്തെ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി നിങ്ങൾ IFRSനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് മാറ്റേണ്ടി വരും. സോ 2024 അവസാനം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ബാലൻസ് ഷീറ്റ് IFRS അനുസരിച്ച് മറ്റൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് മാത്രമേ 2025 ഫോളോ ചെയ്ത് പോകാൻ പറ്റൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ഏത് വർഷമാണോ IFRS ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് തൊട്ട് മുൻപത്തെ വർഷം മുതൽ നിങ്ങൾ IFRS ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്ത് ആ വർഷം മുതൽ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തേണ്ടി വരും. ക്ലിയർ? അപ്പോൾ 2025 IFRSലേക്ക് മാറാൻ നിൽക്കുന്നൊരു കമ്പനിക്ക് 2024 തന്നെ IFRSുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. തൊട്ട് പ്രിസീഡിങ് ഇയർ, തൊട്ട് മുൻപത്തെ വർഷം, ഇവരുദ്ദേശിക്കുന്നതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെയും പ്രിസീഡിങ് ഇയർ, നിങ്ങൾ ഏത് വർഷമാണോ IFRS ഫോളോ ചെയ്യാൻ നിൽക്കുന്നത് അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഒന്നുകൂടി നിങ്ങൾ IFRSനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് മാറ്റേണ്ടി വരും. ഇത് തന്നെയാണ് IFRS 1 പറയുന്നത്. നിങ്ങൾക്ക് IFRS വരണമെങ്കിൽ, ഒരു കമ്പനിക്ക് IFRSലേക്ക് മാറണമെങ്കിൽ ഏത് വർഷമാണോ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നത് അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് IFRSനനുസരിച്ച് മാറ്റം വരുത്തിയിരിക്കണം. മുൻകാല പ്രാബല്യത്തോടു കൂടി. അതായത് 2025 2024 മുതൽ നിങ്ങൾ IFRS ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന അസംഷനിൽ വേണം അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാറ്റം വരുത്താൻ. ഇതാണ് ശരിക്കും IFRS 1 പറയുന്നത്. IFRS 1 എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് IFRS ഫോളോ ചെയ്യാം, പക്ഷേ ഏത് ഇയർ മുതലാണോ ഫോളോ ചെയ്യുന്നത് അതിന് തൊട്ട് മുൻപത്തെ വർഷം മുതൽ നിങ്ങൾ IFRS ഫോളോ ചെയ്യുന്നത് പോലെ വേണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് വരാൻ. ഓക്കെ, അതാണ് IFRS 1 പറയുന്നത്. 2, IFRS 2 പറയുന്നത് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റിനെ പറ്റിയാണ്. ഷെയർ ബേസ്ഡ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കമ്പനികൾക്കും അവർക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ, അത് ക്യാഷ് പേയ്മെൻറ്റിന് പകരം കമ്പനിയുടെ ഷെയർ കൊടുക്കാൻ പറ്റും. അതായത് എംപ്ലോയീസിന് സാലറി ആയിട്ടോ സപ്ലയേഴ്സിന് അവരുടെ പൈസയ്ക്ക് പകരമായിട്ടോ കമ്പനിക്ക് ഷെയർ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഷെയറാണ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ, പൈസ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കമ്പനിയുടെ ഷെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെ ആയിരിക്കണം, അതാണ് ഈ ഷെയർ ബേസ്ഡ് പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടും ബാലൻസ് ഷീറ്റിൽ ഷെയർ കൊടുക്കുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടും. ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കൂടും. നമ്മൾ വെറുതെ കൊടുത്താലും പൈസയ്ക്ക് കൊടുത്താലും എന്തിനു കൊടുത്താലും ശരി തന്നെ ഷെയർ ഒരാൾക്ക് കൊടുത്താൽ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ കൂടും. അതുകൊണ്ട് തന്നെ ഈ ഷെയർ വഴിയുള്ള പേയ്മെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടും ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ കൂടിയതായിട്ടും കാണിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ IFRS 2 ആണ്. ഓക്കെ, അപ്പോൾ IFRS 2 എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഷെയർ വഴിയാണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ, ക്യാഷിന് പകരം ഷെയർ കൊടുത്താണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ടും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ നിർബന്ധമായിട്ടും അത് ഫിനാൻഷ്യൽ പൊസിഷൻ മാറി ഷെയർ ക്യാപിറ്റൽ കൂടിയതായിട്ടും കാണിക്കേണ്ടി വരും. ഈ പരിപാടിയാണ് IFRS 2 വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി IFRS 3 ബിസിനസ് കോമ്പിനേഷൻ. ബിസിനസ് കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എക്സ് എന്ന ബിസിനസ് വൈ എന്ന ബിസിനസ്സിനെ വിലയ്ക്ക് വാങ്ങും. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കും, വിലയ്ക്ക് വാങ്ങും, അക്വിസിഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ അക്വിസിഷൻ നടത്തുമ്പോൾ വൈ എന്ന കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും എല്ലാം എക്സ് ഏറ്റെടുക്കണം. എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിയെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ വൈ എന്ന കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും എല്ലാം എക്സ് ഏറ്റെടുക്കണം. ആ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം IFRS 3 വഴിയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഗുഡ്വിൽ എന്നൊരു എലമെൻ്റൊക്കെ വരും. ഗുഡ്വിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വൈ എന്ന കമ്പനിക്ക് 10 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വൈ എന്ന കമ്പനിക്ക് 10 ലക്ഷം രൂപയുടെ അസറ്റ്,
ഒരു 4 ലക്ഷം രൂപയുടെ ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷത്തിൻ്റെ അസറ്റും 4 ലക്ഷത്തിൻ്റെ ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കമ്പനിയെ എക്സ് ഏറ്റെടുക്കുവാണ്. സോ വൈ എന്ന കമ്പനിയെ എക്സ് എന്ന കമ്പനി ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ അസറ്റും 4 ലക്ഷത്തിൻ്റെ ലയബിലിറ്റിയും അവർ ഏറ്റെടുക്കുവാണ്. നെറ്റ് എഫക്റ്റ് എക്സ് എന്ന കമ്പനിക്ക് ഒരു 6 ലക്ഷം രൂപയുടെ അസറ്റിൻ്റെ നെറ്റ് എഫക്റ്റേ വരുന്നുള്ളൂ. 10 ലക്ഷം രൂപയുടെ അസറ്റും 4 ലക്ഷത്തിൻ്റെ ലയബിലിറ്റിയും ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എക്സ് എന്ന കമ്പനിക്ക് നെറ്റ് എഫക്റ്റ് 6 ലക്ഷം രൂപയുടെ പ്രയോജനമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇതിന് പകരം എക്സ് എന്തെങ്കിലും വൈക്ക് കൊടുക്കണമല്ലോ. വിലയ്ക്ക് വാങ്ങുമ്പോൾ എക്സ് വൈക്ക് പൈസ കൊടുക്കണമല്ലോ. അതിനെ പർച്ചേസ് കൺസിഡറേഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ, സപ്പോസ് എക്സ് ലിമിറ്റഡ് വൈക്ക് 7 ലക്ഷം രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ ട്രാൻസാക്ഷൻ ഒരിക്കൽ കൂടെ കേൾക്കുക. ഇതൊരു പുതിയ കാര്യമായതുകൊണ്ട് ജസ്റ്റ് ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി വൈ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുക്കുവാണ്. വൈ ലിമിറ്റഡിൻ്റെ കയ്യിൽ 10 ലക്ഷത്തിൻ്റെ അസറ്റും 4 ലക്ഷത്തിൻ്റെ ലയബിലിറ്റിയും ഉണ്ട്. ഇനി പറ, എക്സിൻ്റെ നെറ്റ് എഫക്റ്റ് ഒരു 6 ലക്ഷത്തിൻ്റെ പ്രയോജനമല്ലേ കിട്ടുന്നുള്ളൂ. ഇതിന് പകരമായിട്ട് എക്സ് ലിമിറ്റഡ് വൈക്ക് 7 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഈ ഏറ്റെടുക്കലിൽ. ഇവിടെ ഈ അഡീഷണലി കൊടുക്കുന്ന 1 ലക്ഷം എക്സ് ലിമിറ്റഡ് ഗുഡ് വിൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എക്സ് ലിമിറ്റഡ് 1 ലക്ഷം രൂപ ഗുഡ് വിൽ ആയിട്ട് കണക്കാക്കണം. ഇത്തരം ട്രാൻസാക്ഷൻസ് എല്ലാം ഈ IFRS 3 വഴിയാണ് പറയുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുമ്പോഴുള്ള എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും ഈ IFRS 3 വഴിയാണ് ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, 4 ഇതാണ് അമെൻമെൻറ്റ് വരുത്തിയത്. അമെൻമെൻറ്റ് വരുത്തിയെങ്കിലും IFRS 4 എന്താണോ പറയുന്നത് അതിൻ്റെ ഒരു പുതുക്കിയ രൂപമാണ് ഈ IFRS 17 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് IFRS 4 എന്താണെന്ന് നോക്കി അങ്ങ് പോയാൽ മതി. IFRS 4 പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെ പറ്റിയാണ്. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള സംഭവമാണ്. ഇൻഷുററും ഇൻഷുവേർഡും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. ശരിക്കും ഇൻഷുറൻസ് എന്ന ടോപ്പിക്ക് നമ്മൾ മറ്റ് പല സബ്ജക്റ്റിലും പഠിക്കും. അപ്പോൾ ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം, ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഈ IFRS 4 അനുസരിച്ച് അല്ലെങ്കിൽ പുതുക്കിയ IFRS 17 അനുസരിച്ച് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഈ എൻഡോൺമെൻറ്റ് പോളിസി എന്ന് കേട്ടിട്ടുണ്ടോ? എൻഡോൺമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോളിസി എടുക്കുന്നയാൾ മരിക്കുകയോ കാലാവധി തീരുകയോ ചെയ്താൽ വിച്ച് എവർ ഈസ് ഏർലിയർ പുള്ളിക്കാരന് പൈസ കിട്ടുന്ന പരിപാടിയാണ്. ഇതൊരു ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻഷുറൻസും ഉണ്ട്, അയാൾക്കതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുമാണ്. ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരത്തിലുള്ള എൻഡോൺമെൻറ്റ് പോളിസികൾ ഡീൽ ചെയ്യുമ്പോൾ കമ്പനി ഇൻഷുറൻസ് പോർഷൻ ഇൻഷുറൻസ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ഒക്കെ ചെയ്യണം. ആ രീതിയിലൊക്കെ അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ പറയുന്നത് ഈ IFRS 4 ആണ്, അല്ലെങ്കിൽ പുതുക്കിയ IFRS 17 ആണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം IFRS 4 ആണ് ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ IFRS 5. IFRS 5 പറയുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ എന്നാണ്. ഈ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ കറണ്ട് അസറ്റ് അല്ലാത്ത, നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് എന്നൊക്കെ വിളിക്കാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഈ പറയുന്ന നോൺ കറണ്ട് അസറ്റ്. ഇവിടെ ഇവർ പറയുന്നത് സപ്പോസ് ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു നോൺ കറണ്ട് അസറ്റ് ബിസിനസ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നില്ല, പകരം അവരത് വിൽക്കാൻ പോവുകയാണ്. ബിസിനസ്സിൽ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ഫിക്സ്, ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീനറി എന്ന് വിചാരിച്ചോ. ഈ കമ്പ്യൂട്ടർ ആവട്ടെ മെഷീനറി ആവട്ടെ ബിസിനസ്സിൽ ഇനി അത് ഓപ്പറേറ്റിംഗ് അല്ല, ബിസിനസ്സിൽ ഉപയോഗിക്കുന്നില്ല, പകരം അവരത് വിൽക്കാൻ പോവുകയാണ്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് അവരത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, അതിനെപ്പറ്റിയാണ് IFRS 5 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്. സോ നിങ്ങൾ ഏത് അസറ്റാണോ ഇങ്ങനെ ഓപ്പറേറ്റീവ് അല്ലാതെ അത് സെയിലിന് വേണ്ടി മാറ്റി വെക്കുന്നത്, അത് ഹെൽഡ് ഫോർ സെയിൽ എന്ന ഹെഡിൽ മാറ്റണം. ആ അസറ്റ് പിന്നെ ബിസിനസ്സിൻ്റെ അസറ്റായിട്ട് കാണിക്കരുത്, അത് ബാലൻസ് ഷീറ്റിൽ ഹെൽഡ് ഫോർ സെയിൽ എന്നൊരു കാറ്റഗറിയിൽ മാറ്റണം. മാത്രവുമല്ല പിന്നീട് അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ബിസിനസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അസറ്റിനാണ്. സോ അത് സെപ്പറേറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ വിൽക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് മുതൽ നമ്മളത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാതെ അത് ഹെൽഡ് ഫോർ സെയിൽ എന്നൊരു ഹെഡിൽ നമ്മളത് മറ്റൊരു അസറ്റ് പോലെ മറ്റൊരു കാറ്റഗറി പോലെ കണക്കാക്കണം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ IFRS 5 ഓക്കെ, നെക്സ്റ്റ് IFRS 6. IFRS 6 പറയുന്നത് എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ് ആണ്. നമ്മുടെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ്, മിനറൽസ്, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ ആ കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക്
ഇതെങ്ങനെയാണ് നിങ്ങൾ കോസ്റ്റ് കണക്കാക്കേണ്ടത്? അപ്പോൾ മിനറൽ റിസോഴ്സുമായിട്ട് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കത്തില്ലേ, ഇപ്പം മൈനിങ് അല്ലെങ്കിൽ ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ ബിസിനസ്സുകൾ ഏത് രീതിയിലായിരിക്കണം ഈ കോസ്റ്റും റവന്യൂവും കണക്കാക്കേണ്ടത്? ഇതാണ് IFRS 6 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും 2 ടൈപ്പ് കോസ്റ്റ് വരും. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 2 ടൈപ്പ്. ഇപ്പം സക്സസ് കോസ്റ്റും ഫുൾ കോസ്റ്റും എന്ന് പറയും. സക്സസ് കോസ്റ്റും ഫുൾ കോസ്റ്റും നമ്മുടെ ഈ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ് ഈ സക്സസ് കോസ്റ്റും ഫുൾ കോസ്റ്റും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രത്യേക ഏരിയയിൽ പെട്രോൾ ഉണ്ടെന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അതിൻ്റേതായ ടെക്നോളജി ഉണ്ട്. അതനുസരിച്ച് അവർ മനസ്സിലാക്കും, ഈ ഒരു ഏരിയ കുഴിച്ചാൽ പെട്രോൾ കിട്ടും. ശരി, അവർ കുഴിക്കുവാണ്, ഒരു കമ്പനി കുഴിക്കുവാണ്. കുഴിച്ച് എത്ര കുഴിച്ചിട്ടും ചിലപ്പോൾ ശാസ്ത്രത്തിന് തെറ്റ് പറ്റാം, അത് സക്സസ്ഫുൾ ആയില്ല. ആ മൈനിങ് കൊണ്ട് അവർ ഉദ്ദേശിച്ച കണക്ക് അവിടെ പെട്രോളിയം പ്രോഡക്റ്റ് കിട്ടിയില്ലെന്ന് വിചാരിക്കുക, അൺസക്സസ്ഫുൾ ആയി പോവുകയാണ്. അതായത് പെട്രോളിയം പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് ഒരു പർട്ടിക്കുലർ ഏരിയ മൈൻ ചെയ്തു, കുഴിച്ച് പോയിട്ടും അവിടെ പെട്രോൾ കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് ആയിട്ട് അത് അൺസക്സസ്ഫുൾ ആയി. ഇനി പറയുന്നത് കേട്ടോ, ഇഷ്ടംപോലെ ചിലവ് വന്ന് കാണും. ഇത് കുഴിക്കാൻ ഒരുപാട് ചിലവ് വരുമല്ലോ. പെട്രോളിയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ചിലവ് സക്സസ്ഫുൾ ആയില്ല കേട്ടോ. ആ ചിലവ് നമ്മൾ ജസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും. അത് ക്യാപിറ്റലൈസ് ചെയ്യത്തില്ലെങ്കിൽ, അതായത് നമ്മൾ കുഴിച്ച് നോക്കി പക്ഷേ പെട്രോളിയം കിട്ടിയില്ല, ആ എക്സ്പെൻസ് മുഴുവനും നോർമലി എക്സ്പെൻസ് ആയിട്ടങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ അതാണ് സക്സസ്ഫുൾ കോസ്റ്റ്. അതായത് സക്സസ് ആണെങ്കിൽ മാത്രമേ അത് ക്യാപിറ്റലൈസ് ചെയ്യൂ. അതായത് ഈ പറയുന്ന പർട്ടിക്കുലർ ഏരിയയുടെ കോസ്റ്റ് മുഴുവനും നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാം, അസറ്റിൻ്റെ കൂടെ കൂട്ടി വയ്ക്കാം. അങ്ങനെ അസറ്റിൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ അത് സക്സസ് ആയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആ കുഴിച്ച ഏരിയ നമ്മുടെ അസറ്റായിട്ട് കണക്കാക്കുന്നുള്ളെങ്കിൽ, നമ്മളൊരു ഏരിയ കുഴിക്കുവാണല്ലോ, ആ ഏരിയ എന്ന് പറയുന്നത് ആ പെട്രോളിയം മൈനിങ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റായിട്ട് കണക്കാക്കണമെങ്കിൽ, അതുവരെ വന്ന ചിലവെല്ലാം നമ്മുടെ അസറ്റായിട്ട് കണക്കാക്കണമെങ്കിൽ, അസറ്റിനോടൊപ്പം ആഡ് ചെയ്യണമെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കണം. അങ്ങനെ സക്സസ്ഫുൾ ആകുന്നില്ല എങ്കിൽ അതിനെ വെറും എക്സ്പെൻസ് ആയിട്ട് മാത്രം കാണിച്ചാൽ അതാണ് ഈ സക്സസ്ഫുൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫുൾ കോസ്റ്റ് ഉള്ളവരുണ്ട്. ഫുൾ കോസ്റ്റ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിത് സക്സസ് ആയില്ലെങ്കിലും, കുഴിച്ച് സക്സസ് ആയില്ലെങ്കിൽ പോലും ആ എക്സ്പെൻസ് നമ്മുടെ മറ്റ് പെട്രോളിയം മൈൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അസറ്റിൻ്റെ കൂടെ കൂട്ടാം. ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത് ഈ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 വെച്ചാണ്, IFRS 6. ഓക്കെ, ദെൻ 7 IFRS 7. ഇവിടെ പറയുന്ന മറ്റൊന്നുമല്ല, ഒരു കമ്പനിയുടെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ പറ്റിയും ഫുൾ ഡിസ്ക്ലോഷർ ആയിരിക്കണം. അവരെത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അത് ഏതൊക്കെ ടൈപ്പ് ഷെയർ ആണ്, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ ഡിബഞ്ചറാണ്, ഇതിന് എത്രയൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇതിൽ എന്തൊക്കെ ടൈപ്പ് റിസ്ക് ഇൻവോൾവ് ആണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പനി കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. അതാണ് ഈ IFRS 7 പറയുന്നത്. ഓക്കെ, 8 ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ്. അതായത് ഇപ്പോൾ വലിയ കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ആയിരിക്കത്തില്ല, പലതരം പ്രോഡക്റ്റും പലതരം സർവീസും കാണും. ഇപ്പം ടാറ്റ അല്ലെങ്കിൽ റിലയൻസ്, ബിർള, ഈ കമ്പനികളൊന്നും ഒരു പ്രോഡക്റ്റിലല്ല ഡീൽ ചെയ്യുന്നത്. ഇവർക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ഏരിയയിലാണ് ഇവർ ഡിസ്കസ് ചെയ്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് തിരിച്ച്, അതായത് ഓരോ കമ്പനിക്കും ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ, ഏതൊക്കെ സർവീസ് ഉണ്ടോ, ഏതൊക്കെ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് തുടങ്ങി ഓരോന്നും പല സെഗ്മെൻ്റായിട്ട് തിരിച്ചിട്ട് വേണം ഇവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. ഇപ്പം ടാറ്റ എന്ന കമ്പനിക്ക് ഒരു ബാലൻസ് ഷീറ്റ് അല്ല. ടാറ്റ പവർ, ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, ടാറ്റ ഉപ്പ്, ടാറ്റ വെഹിക്കിൾസ്, ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് നമ്മൾ തിരിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോ സെഗ്മെൻറ്റ് തിരിച്ച് വേണം നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ യൂസേഴ്സിന് കൊടുക്കാനായിട്ട്. ഇതാണ് ആദ്യത്തെ 8 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഓടിച്ചു പറഞ്ഞാൽ, ഒന്നാമത്തെ IFRS പറയുന്നത് ഒരു കമ്പനിക്ക് IFRSലേക്ക് മാറണമെങ്കിൽ ഏത് വർഷമാണോ IFRSലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് അതിന് തൊട്ട് മുൻപത്തെ വർഷം മുതൽ IFRS അനുസരിച്ചുള്ള ഫിനാൻഷ്യൽ ഡേറ്റ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. ഒരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യപ്പെട്ടിരിക്കണം. ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്, നമ്മൾ ക്യാഷ് പേയ്മെൻറ്റിന് പകരം എംപ്ലോയീസിന് സാലറി ആയിട്ടോ സപ്ലയേഴ്സിൻ്റെ പേയ്മെൻ്റ് ആയിട്ടോ നമ്മൾ ഷെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടും ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലായിട്ട് കാണിക്കണം എന്നൊക്കെ പറയുന്നത് IFRS 2 ആണ്. ബിസിനസ് കോമ്പിനേഷൻ, ഒരു ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ആ ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യുന്നത്,
എടോ ഗുഡ്വില്ലിൻ്റെ കേസ് ഇത്ര മാത്രമേ ഉള്ളൂ. അതൊരു പുതിയ ടോപ്പിക് ആയതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവും എന്നറിയത്തില്ല. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന കമ്പനി വൈ എന്ന് പറയുന്നത് ഏറ്റെടുക്കുന്നു. വൈക്ക് 10 അസറ്റ് 4 ലൈബിലിറ്റി, നെറ്റ് എഫക്റ്റ് 6 രൂപയുടെ ഗുണമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ അവർ 7 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ 1 രൂപ എക്സ് വൈയുടെ ഗുഡ്വില്ലിന് കൊടുക്കുന്ന പോലാണ്. ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി കുറച്ച് കൊടുക്കാം, 6ൻ്റെ ഗുണം കിട്ടുന്നുണ്ടല്ലോ, 5 കൊടുത്തോളെങ്കിൽ ആ 1 പറയുന്നത് എക്സിൻ്റെ റിസർവായിട്ട്, ക്യാപിറ്റൽ റിസർവായിട്ട് പോകും. ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന ബിസിനസ് കോമ്പിനേഷൻ എന്ന സ്റ്റാൻഡേർഡാണ്. ദെൻ ഇൻഷുറൻസിൻ്റെ കേസിൽ അമെൻമെൻ്റ് ഉണ്ട്. 4 ആയാലും 17 ആയാലും നമ്മുടെ ഈ ലോക രാജ്യങ്ങളിലുള്ള ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾ എങ്ങനെ ഡീൽ ചെയ്യണം. ദെൻ ബിസിനസ് ഓപ്പറേഷനിൽ ഇല്ലാത്ത അസറ്റ്, ഫിക്സഡ് അസറ്റ്, ബിസിനസ്സിൽ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല. അതൊരു സെപ്പറേറ്റ് ഹെഡായിട്ട് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ എന്നും പറഞ്ഞ് ട്രീറ്റ് ചെയ്യണം. ദെൻ മിനറൽ റിസോഴ്സസിൻ്റെ കോസ്റ്റും റവന്യൂ എങ്ങനെ കണക്കാക്കാം, അത് സക്സസ്ഫുൾ ആകുമ്പോഴുള്ള കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്ന പരിപാടിയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. നമ്മളിപ്പോൾ ഓരോ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ് ഓരോ സബ്ജക്റ്റായിട്ടൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ, മെയിൻലി ഇത്രയേ ഉള്ളൂ. മിനറൽ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റും റവന്യൂവും എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, അതാണ് ഈ പറയുന്ന 6. ഓക്കെ, ദെൻ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും കൃത്യമായിട്ട് അതിൻ്റെ ടൈപ്പ് ഏതാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, റിസ്ക് എന്തൊക്കെയാണ്, ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം. ദെൻ സെഗ്മെൻറ്റ് തിരിച്ചിരിക്കണം. വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഒരു പ്രോഡക്റ്റിലോ ഒരു സർവീസിലോ അല്ല ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സെഗ്മെൻറ്റിന് പ്രത്യേകം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ആദ്യത്തെ 8 IFRS പറയുന്നത്.